ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. 2024 സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ മികച്ച ഗാനരചയിതാവ് വേടൻ. വേടന്റെ പാട്ടിനെ പറ്റി ആർക്കും രണ്ടഭിപ്രായമില്ല. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വേടന്റെ ആരാധകരാണ്. വേടന്റെ പാട്ടിന് ഫുൾ മാർക്ക് കൊടുക്കാം. എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ വേടന് എത്ര മാർക്ക് കൊടുക്കും? വേടനെതിരെ എത്ര കേസുകൾ നിലവിലുണ്ട്? കഞ്ചാവ് കേസിൽ മാത്രമല്ല, പീഡന കേസിലും പ്രതിയാണ് ഇയാൾ. അങ്ങനെ ഒരാൾക്ക് ഈ അവാർഡ് നൽകി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്? എന്ത് മാതൃകയാണ് അതിലുള്ളത്? അവാർഡ് നിർണയത്തിലെ പ്രധാന ജൂറി അംഗമായിരുന്നു പ്രകാശ് രാജ്. സംഗീതവുമായി ഇദ്ദേഹത്തിന് എന്തു ബന്ധം? അതവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹം ഒരു മലയാളിയാണോ? കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇദ്ദേഹത്തിന് വല്ല ബോധവും ഉണ്ടോ? ഇനി അവാർഡ് കൊടുക്കാൻ ഈ കേസുകളൊന്നും ഒരു പ്രശ്നമല്ല എങ്കിൽ ഇന്ദ്രൻസിന് എന്തുകൊണ്ട് ഹോം എന്ന ഫിലിമിൽ അഭിനയിച്ചിനുള്ള അവാർഡ് കൊടുത്തില്ല? ഇന്ദ്രൻസിനെതിരെ ഒരു കേസും നിലവിലില്ല. എന്നിട്ടും അതിന്റെ പ്രൊഡ്യൂസറായ വിജയ് ബാബുവിനെതിരെ കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അന്ന് ഇന്ദ്രൻസിന് അവാർഡ് കൊടുക്കാതിരുന്നത്. കേരള സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് നയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.